11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ട്രാൻസ്പോർട്ടിനെ ആസ്പദമാക്കി, അതായത് ബോഡി ഫ്ലൂയിഡ്സ് എന്ന സർക്കുലേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾ 10th പഠിച്ച ട്രാൻസ്പോർട്ടേഷൻ ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ചയാണെന്ന് കരുതാം. നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് പഠിക്കാം. നമുക്കെല്ലാം അറിയാം, ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, അല്ലെങ്കിൽ എ പോസിറ്റീവ്, എ നെഗറ്റീവ് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ 1900 കോൾ ലാൻഡ്സ്റ്റീനർ എന്നൊരു സയൻറ്റിസ്റ്റാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് പ്രപ്പോസ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 തരം ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്: A, B, AB ആൻഡ് O. നമുക്ക് ഒത്തിരി തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. 50-ലധികം തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടാണുള്ളത് ABO ഗ്രൂപ്പ്. അപ്പോൾ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ RBCയുടെ സർഫസിൽ ചില പ്രോട്ടീൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ആൻറ്റിജൻ. അത് ഒരു പ്രത്യേകതരം ഷുഗർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഇതിനെ നമുക്ക് A എന്ന് വിളിക്കാം. അപ്പോൾ A ആൻറ്റിജനാണ് RBCയുടെ പുറത്തുള്ളതെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിനെ പറയുന്നത് A ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ചില ആൾക്കാരിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു ആൻറ്റിജൻ കാണാം. ചിലപ്പോൾ അതിങ്ങനെയായിരിക്കും. ഇത് വേറൊരു ആൻറ്റിജൻ എന്നേ ഉള്ളൂ അർത്ഥമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് മറ്റൊരു ടൈപ്പ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ B എന്ന് വിളിക്കുന്നു. അപ്പോൾ B ആൻറ്റിജനാണ് RBCയിലുള്ളതെങ്കിൽ നമ്മൾ അവരെ B ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൺ എന്ന് പറയുന്നു. ഇനി ചില ആൾക്കാരിൽ ഇത് രണ്ടും കാണാറുണ്ട്. Aയും കാണും, Bയും കാണും. അപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? AB ബ്ലഡ് ഗ്രൂപ്പ്. ഇനി ചില ആളുകളിൽ Aയും കാണില്ല, Bയും കാണില്ല. അപ്പോൾ അവർ നമ്മൾ O ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് 4 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉള്ളത്. A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്, B ആൻറ്റിജൻ ഉണ്ടെങ്കിൽ B ഗ്രൂപ്പ്, Aയും Bയും ഉണ്ടെങ്കിൽ AB ഗ്രൂപ്പ്, A ഒന്നുമില്ലെങ്കിൽ O ഗ്രൂപ്പ്. അപ്പോൾ ഇത് എന്താണുള്ളത്? ആൻറ്റിജൻ. എവിടെയാണുള്ളത്? RBCയുടെ പുറത്ത്, അതായത് നമ്മുടെ അരുണ രക്താണുക്കളുടെ പുറത്ത്. ഇനി നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് ജീൻസ് അല്ലേ കൺട്രോൾ ചെയ്യുന്നത്. ഈ ജീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന I എന്നൊരു ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ A ആൻറ്റിജൻ ആണെങ്കിൽ നമ്മൾ IA എന്ന് എഴുതുന്നു. അതൊരു ഡോമിനൻ്റ് അല്ലീലാണ്. B ആണെങ്കിലോ IB എന്ന് എഴുതുന്നു. AB ആണെങ്കിലോ രണ്ടും വേണം. IAയും IB 2 അല്ലീൽസ് ഒന്നിച്ച് വന്നാലേ ഇവിടെ AB ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നുള്ളൂ. O ഗ്രൂപ്പ് ആണെങ്കിലോ IO എന്ന് വിളിക്കാം. IO എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ 10th പഠിച്ചത് ഡോമിനൻ്റ് ക്യാപിറ്റൽ ലെറ്റർ എടുത്താൽ റിസസീവ് സ്മോൾ ലെറ്റർ എഴുതുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ ഐയും എടുക്കാം. പക്ഷേ നമ്മൾ O മീൻസ് നത്തിങ്, നോ ആൻറ്റിജൻ എന്നുള്ള ഇതാണ്. ഈ I എന്നുള്ള ലെറ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നൊരു പ്രോട്ടീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, നമുക്ക് ഒരു അല്ലിയിൽ പോരാ. കാരണം നമുക്ക് അച്ഛനും അമ്മയും ഓരോന്നും വിധം തന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ചില ആൾക്കാരിൽ അച്ഛനും A അല്ലിയിൽ കൊടുത്തു, അമ്മയും IA അല്ലിയിൽ കൊടുത്തു. അപ്പോൾ അവരെങ്ങനെയാണ്? IA ആൾക്കാർ എന്താണ്? A ബ്ലഡ് ഗ്രൂപ്പ് ആൾക്കാരാണ്. അവർ ഹോമോസൈഗസ് ആണ്. ഇനി ചിലരിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരാൾ A കൊടുത്തു, ഒരാൾ O കൊടുത്തു. അപ്പോൾ അവരെന്തായി? IAIOയും IAIAയും എന്താണ്? A ബ്ലഡ് ഗ്രൂപ്പ് ആൾക്കാരാണ്. ഇനി ഇവിടെ അച്ഛനും അമ്മയും IB കൊടുത്താൽ IBIB B ബ്ലഡ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഒരാൾ IB കൊടുത്തു, ഒരു പേരൻ്റ് IO കൊടുത്താൽ IBIO ആണ് B ഗ്രൂപ്പ്. ഇനി ഇവിടെ വേറെ ഒന്നും പറ്റില്ല, ഇത് മാത്രമേ പറ്റുള്ളൂ. ഒരു പേരൻ്റ് A കൊടുക്കണം, ഒരു പേരൻ്റ് B കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. അതേസമയം O ഗ്രൂപ്പ് ആണെങ്കിലോ കുട്ടിക്ക് IO കൊച്ചാണ്. ഈ IO കൊച്ചെന്താ? അച്ഛനും IO അമ്മയും IO കൊടുത്തു, അപ്പോൾ കുട്ടി IO. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ജീനോടൈപ്പ്. ഇത് നിങ്ങൾക്ക് അടുത്ത വർഷമാണ് കൂടുതൽ ആവശ്യം വരിക. ഈ വർഷം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്കറിയാം, ആൻറ്റിജനെ എതിർക്കുന്നത് ആരാണ്? മറ്റൊരു പ്രോട്ടീനായ ആൻറ്റിബോഡി. അപ്പോൾ ഇവിടെ നമ്മുടെ RBCയുടെ പുറത്താണ് ആൻറ്റിജൻ ഉള്ളത്. അപ്പോൾ ആൻറ്റിബോഡി പ്ലാസ്മയിൽ കാണും. അപ്പോൾ A ആൻറ്റിജനെ എതിർക്കുന്നത് ആരാണ്? A ആൻറ്റിബോഡി. അപ്പോൾ A ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൻ്റെ പ്ലാസ്മയിൽ A പറ്റില്ല, കാരണം അത് റിയാക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് എന്താണ്? B ആൻറ്റിബോഡിയാണ് ഉള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജനെ ബേസ് ചെയ്തിട്ടാണ്, ആൻറ്റിബോഡി ഡിഫറെൻ്റ് ആണ്. ഇവിടെ B ആൻറ്റിജനാണ് RBCയിലുള്ളത്. അപ്പോൾ പ്ലാസ്മയിൽ എന്ത് വേണം? A ആൻറ്റിബോഡി. B ആയാൽ പറ്റുമോ? ഇല്ല, അവർ അടിയുണ്ടാക്കും അല്ലേ. ഇനി ഇവിടെ Aയും Bയും ഉണ്ട്. അപ്പോൾ ഇവിടെ പ്ലാസ്മയിൽ A വന്നാലും അടിയാണ്, B വന്നാലും അടിയാണ്. സോ നോ ആൻറ്റിബോഡി. ഇനി O ബ്ലഡ് ഗ്രൂപ്പിലോ Aയും കാണാം, Bയും കാണാം. കാരണം ഇവിടെ അടിയുണ്ടാക്കാൻ ആരും ഇല്ല സർഫസിൽ അല്ലേ. ഇതാണ് ആൻറ്റിബോഡി. ഇനി ഇപ്പോൾ ഈ ഒരു A ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സണ് കുറച്ച് ബ്ലഡ് വേണം. Aക്കാരെ ആരെയും കിട്ടിയില്ല. അപ്പോൾ ഈ Bക്കാർ പറയാണ് ഞാൻ കൊടുക്കാം. പക്ഷേ B കൊടുത്താൽ എന്താ പ്രശ്നം? ഈ B ആൻറ്റിജൻ ഇവിടെ വരുമ്പോൾ ഈ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡിക്ക് ഇഷ്ടപ്പെടില്ല. ഈ Bയും തമ്മിൽ ഫൈറ്റ് ചെയ്യും. അപ്പോൾ അത് പറ്റില്ല.
അടുത്തത് എ ബി കാരൻ കൊടുക്കാൻ വിചാരിക്കുകയാണ്. പക്ഷെ അവിടെയും ബിയും തമ്മിൽ അടിയുണ്ടാക്കില്ലേ, അതും പറ്റില്ല. അപ്പോൾ ഓ എന്ന് പറയാൻ ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല, ഓയുടെ പുറത്ത് ആരും ഇല്ലല്ലോ അടിയുണ്ടാക്കാനായിട്ട്, അപ്പോൾ ഓയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓയ്ക്ക് എക്ക് കൊടുത്താലും കുഴപ്പമില്ല, ബിക്ക് കൊടുത്താലും കുഴപ്പമില്ല, എ ബിക്ക് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഓയെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഡോണർ. അവർ ഭയങ്കര മഹാമനസ്കരാണ്, അവർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് ആരുടേത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, മറ്റൊരു ഓയിൽ നിന്ന്. കാരണം എ വന്നാൽ ഈ എ അടിയുണ്ടാക്കും, ബി വന്നാൽ ഈ ബി അടിയുണ്ടാക്കും, എ ബി വന്നാൽ ഇവർ രണ്ടുപേരും അടിയുണ്ടാക്കും. അപ്പോൾ ഒരു ഓയിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ, പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. സോ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. മനസ്സിലായല്ലോ? ഇനി എ ബി ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ്. ഇപ്പോൾ എനിക്കൊരാവശ്യം വന്നു, എ ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കാരണം എൻ്റെ കയ്യിൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഇല്ല, അതുകൊണ്ട് ഈ എ ആൻറ്റിജൻ വന്നാൽ ഇവിടെ അടിയുണ്ടാക്കാൻ ആരുമില്ല. അപ്പോൾ ബിക്കാർ തരാമെന്ന് പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം, ബിക്കോസ് ഈ ബി വന്നാലും ഇവിടെ ആരും അടിയുണ്ടാക്കില്ല. എ ബി തരാമെന്ന് പറഞ്ഞു, ഒ ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞു, ഇവർക്ക് ആൻറ്റിജനേ ഇല്ല, ഇവിടെ എനിക്ക് ആൻറ്റിബോഡി ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എ ബിക്കാർക്ക് എല്ലാവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. എയിൽ നിന്നെടുക്കാം, ബിയിൽ നിന്നെടുക്കാം, എ ബിയിൽ നിന്നെടുക്കാം, ഒയിൽ നിന്നെടുക്കാം. അതുകൊണ്ട് അവരെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നാണ് പറയുന്നത്. എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയും, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. അല്ലെങ്കിൽ ഇവിടെ പക്ഷെ കൊടുക്കുമ്പോഴോ അവർക്ക് എ ബിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓയാണ് യൂണിവേഴ്സൽ ഡോണർ, ദാതാവ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയൻ സ്വീകർത്താവ് ആരാണ്? നമ്മുടെ എ ബി ബ്ലഡ് ഗ്രൂപ്പാണ്. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ടീച്ചറെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണല്ലോ, അല്ലെങ്കിൽ ഞാൻ ബി നെഗറ്റീവ് ആണല്ലോ, അതെങ്ങനെയാണെന്ന്. അതായത് നമ്മുടെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ ആനിമൽസിലേക്ക് പഠിക്കാൻ തുടങ്ങി, അവർക്കും നമ്മളെ പോലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവരൊരു റീസസ് മങ്കിയിൽ നടത്തിയ പഠനങ്ങൾ തെളിയിച്ചത് അവർക്ക് ഈ എ അല്ലെങ്കിൽ ബി കൂടാതെ ഒരു ആൻറ്റിജനും കൂടെ അതിൻ്റെ സർഫസിലുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഇവിടെ ഒന്നും കൂടെ വന്നു, ഓക്കെ, ഇവിടെയും ഒന്നും കൂടെ വന്നു, അല്ലെങ്കിൽ ഇവിടെയും ഒന്നും കൂടെ വന്നു, അല്ലെങ്കിൽ ഇവിടെയും ഒന്നും കൂടി വന്നു. ഈ ഒരു ആൻറ്റിജൻ ആദ്യമായിട്ട് കണ്ടത് റീസസ് മങ്കിയിലായതുകൊണ്ട് ഇവരതിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ എടുത്ത് RH ആൻറ്റിജൻ എന്ന് പേരിട്ടു. അപ്പോൾ ഇവിടെ എ ആൻറ്റിജൻ്റെ കൂടെ RH ആൻറ്റിജൻ ഉണ്ട്. RH ആൻറ്റിജനും കൂടെ ഉണ്ടെങ്കിൽ നമ്മളതിനെ എ പോസിറ്റീവ് ബ്ലഡ് എന്ന് പറയും. എ മാത്രമേ ഉള്ളൂ, RH ഇല്ല, അപ്പോൾ എന്തായി? എ നെഗറ്റീവ്. മനസ്സിലായി? ഇനി ബിയും RH ഉണ്ടെങ്കിൽ ബി പോസിറ്റീവ്, ബി മാത്രമേ ഉള്ളൂ RH ഇല്ലെങ്കിൽ ബി നെഗറ്റീവ്. എയും ബിയും എയും ബിയും RH ഉണ്ടെങ്കിൽ എ ബി പോസിറ്റീവ്, എയും ബിയും മാത്രമേ ഉള്ളൂ RH ഇല്ലെങ്കിൽ എ ബി നെഗറ്റീവ്. ഇവിടെ RH മാത്രം ഉണ്ടെങ്കിൽ O പോസിറ്റീവ്, RH കൂടെ ഇല്ലെങ്കിൽ O നെഗറ്റീവ്. ഇങ്ങനെയാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബി ഒ ഗ്രൂപ്പിങ്ങും RH ഗ്രൂപ്പിങ്ങും രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. നമ്മൾ അതിനെ കമ്പൈൻ ചെയ്താണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോഴൊക്കെ ബ്ലഡിന്റെ കോമ്പാറ്റിബിലിറ്റി നോക്കണം, അല്ലേ? എക്ക് ബിക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബിക്ക് എക്ക് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം RHനും ബാധകമാണ്. അതായത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ഒരു നെഗറ്റീവ് ആൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആദ്യത്തെ പ്രാവശ്യം അയാൾ പോസിറ്റീവ് സ്വീകരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് RH ആൻറ്റിജൻ വരികയാണ് ആദ്യമായിട്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാരണം അയാൾക്ക് RH ആൻറ്റിബോഡി ഇല്ല ഫൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇയാളുടെ പ്രതിരോധ സിസ്റ്റം, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇത് റിസീവ് ചെയ്തതിന് ശേഷം സംഭവിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേ വ്യക്തി വീണ്ടും ഒരു തവണ കൂടി RH പോസിറ്റീവ് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ആരുണ്ട് അവിടെ? RH ആൻറ്റിബോഡി ഉണ്ട്. അവ ഉടനെ തന്നെ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അത് വളരെ കോംപ്ലിക്കേഷനിൽ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് മാച്ച് ചെയ്യുമ്പോഴേക്കും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് കൃത്യമായി നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതേപോലൊരു പ്രശ്നം പ്രഗ്നൻസിയുടെ സമയത്തും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു മദർ RH നെഗറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിബോഡി അല്ലെങ്കിൽ RH ആൻറ്റിജൻ രണ്ടും ഇല്ല. പക്ഷേ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞ്, വയറ്റിലെന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് പോസിറ്റീവാണ്, ഓക്കെ, RH പോസിറ്റീവാണ്. അപ്പോൾ സാധാരണഗതിയിൽ അമ്മയുടെ ബ്ലഡും കുഞ്ഞിൻ്റെ ബ്ലഡും തമ്മിൽ മിക്സ് ആവില്ല. നമുക്കറിയാം, പ്ലസൻറ്റ എന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിൽ നിന്ന് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ ഡിഫ്യൂഷൻ വഴിയാണ് കുട്ടിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ബ്ലഡ് മിക്സിങ് സംഭവിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ ഡെലിവറിയുടെ സമയത്ത്, അമ്മയുടെ ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ ഈ കുഞ്ഞിൻ്റെ കുറച്ച് ബ്ലഡ് അമ്മയുടെ ബ്ലഡിലൊന്ന് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാവുമ്പോൾ അമ്മയുടെ ശരീരം ആദ്യമായിട്ട് ഈ പോസിറ്റീവിന് എക്സ്പോസ്ഡ് ആവുന്നു, ഓക്കെ.
അപ്പോൾ കുട്ടി ശരീരത്തിന് പുറത്ത് പോയി കഴിഞ്ഞു അല്ലേ, ഡെലിവറി കഴിഞ്ഞു, അപ്പോൾ കുട്ടിക്ക് പ്രശ്നമില്ല. പക്ഷേ അമ്മയുടെ ശരീരത്തിലേക്ക് ആര് വന്നു? പോസിറ്റീവ് RH വന്നു, അല്ലെങ്കിൽ RH ആൻറ്റിജൻ വന്നു. അപ്പോൾ അമ്മയുടെ ശരീരം RH ആൻറ്റിബോഡി ഉണ്ടാക്കും, അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സിസ്റ്റംസിന്റെ ഒരു ജോലിയാണ് ഏത് ആൻറ്റിജൻ വരുന്നോ അതിനുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ RH ആൻറ്റിജൻ വന്നു, അപ്പോൾ RHനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കുട്ടി പോയി, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അവിടെ ബ്ലഡിൽ കിടക്കും. ഇനി രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് വീണ്ടും ആ കുഞ്ഞ് ഒരു പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞാണെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ RH ആൻറ്റിബോഡി അവിടെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ലീക്ക് ചെയ്ത് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ RBCയെ ഇത് നശിപ്പിക്കാൻ തുടങ്ങും. കാരണം അത് RH അല്ലേ, ഇതെന്താണ് RH ആൻറ്റിബോഡി അല്ലേ. അപ്പോൾ RH ആൻറ്റിബോഡി RH ആൻറ്റിജനെ നശിപ്പിച്ച് അതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് സിവിയർ ജോണ്ടിസും അനീമിയൊക്കെ ഉണ്ടാകും. ചില സമയത്ത് അത് ഫേറ്റലായി മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു കണ്ടീഷനാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇപ്പോഴത്തെ കാലത്ത് ഇത് വലിയ പേടിക്കാനില്ല. കാരണം അമ്മ RH നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു RH ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുക്കുകയും അതോടെ അമ്മയുടെ ശരീരം RH ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ സബ്സിക്വൻറ്റ് പ്രഗ്നൻസീസിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.